السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ നമ്മൾ സെഷൻ 43 കഴിഞ്ഞു, ടെസ്റ്റും കഴിഞ്ഞു. സെഷൻ 43ന്റെ ടെസ്റ്റ് എഴുതിയവർക്ക് കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം. ഒരു ടെക്നിക്കൽ ഇഷ്യൂ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ഗൂഗിളിന്റെ സൈഡിൽ നിന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യാൻ നോക്കിയപ്പം വേറെ കുറച്ച് പ്രശ്നങ്ങളും കൂടെ വന്നിട്ട് ആണ് കൺഫ്യൂഷൻസ് വന്നത്. എന്നാലും ടെസ്റ്റ് എഴുതിയവർ ആരും പേടിക്കണ്ട. നിങ്ങളുടെ സ്കോർ കാണാത്തവരാണെങ്കിലും നിങ്ങളുടെ സ്കോർ 0 എന്ന് കാണിച്ചവരാണെങ്കിലും ഇൻഷാല്ലാ നമ്മൾ എത്രയും പെട്ടെന്ന് ഇന്നും നാളെയും കൊണ്ട് തന്നെ ലിസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സബ് ഗ്രൂപ്പിലാണെങ്കിൽ സബ് ഗ്രൂപ്പിൽ, സ്റ്റാർട്ട് ഗ്രൂപ്പിലാണെങ്കിൽ സ്റ്റാർട്ട് ഗ്രൂപ്പിൽ നിങ്ങളുടെ ലിസ്റ്റ് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പം എഴുതിയവർക്കാർക്കും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് സബ്മിറ്റ് ചെയ്ത സ്ക്രീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരാത്ത രീതിയിൽ ഞങ്ങൾ മാനേജ് ചെയ്യും ഇൻഷാല്ലാ. ഇനി അഥവാ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് അത് പോവുകയാണെങ്കിൽ നമുക്ക് ഈ എക്സാം ക്യാൻസലും ചെയ്യാം. അടുത്ത എക്സാം, അതായത് ഈ എക്സാം സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത എക്സാമിന്റെ മുതലെടുക്കുന്ന പോലെയും ആക്കാം ഇൻഷാല്ലാ. അപ്പം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തായാലും എല്ലാം ഹൈറിനാണ് ഇൻഷാല്ലാ. അപ്പം ആരും ബേജാറാവണ്ട, അതൊരു കാര്യം. പിന്നെ ഇന്നിപ്പം 2 ലിങ്ക് കണ്ടപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ഐ മീൻ 2 പോസ്റ്റേഴ്സ് ആയിട്ട് കണ്ടു. നമ്മൾ മുമ്പ് കുറെ പ്രാവശ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അസ്മാൽ ഹുസ്നാനെ ഒന്ന് കൊണ്ടുവരണം എന്നുള്ളത്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ സൂറ ആൽ ഇമ്രാൻ തുടങ്ങിയപ്പോൾ മുതൽ കാണുന്ന കുറെ തീമുകളുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് നമ്മളിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെ? അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആൽ ഇമ്രാൻ തുടങ്ങുന്നതിന് മുമ്പും നമ്മൾ പറഞ്ഞു വെച്ച ഒരു കാര്യമായിരുന്നു ഹൃദയത്തിന്റെ ആ ഒരു ക്ലീൻലിനെസ്സും കാര്യങ്ങളും ഒക്കെ, അല്ലെ? അള്ളാഹുമായിട്ട് നമുക്ക് അടുക്കാൻ വേണ്ടിയിട്ട് അത് വേണം. അപ്പൊ നമ്മൾ ഹൃദയശുദ്ധീകരണം റിപ്പീറ്റ് ഒരു സൈഡിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. പിന്നെ ഉള്ള ഒരു കാര്യമായിരുന്നു വിശ്വാസം, അല്ലെ? വിശ്വാസത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് വീണ്ടും 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 നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം വിശ്വാസം എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മൾ നൂർസുദ്രിയിലൂടെ നമ്മൾ ഖുർആനിലൂടെ ആയത്തുകളിലൂടെ പോകുമ്പോൾ നമ്മൾ വിശ്വാസം കൂടുതൽ കൂടുതൽ ഉറക്കുക തന്നെയാണ്. എന്നാലും നമ്മളൊക്കെയും അങ്ങനെ ഒരു കൗമിൽ പെട്ടുപോയത് കൊണ്ട് നമ്മുടെ പല കർമ്മങ്ങളും വിശ്വാസത്തിന്റെ അടിസ്ഥാനമില്ലാതെ പോകുന്ന ഒരവസ്ഥ ആയതുകൊണ്ട് വിശ്വാസത്തിനെ ഒന്നും കൂടെ വലിച്ചു മുറുക്കേണ്ട ഒരു ആവശ്യകത നമുക്കുണ്ട്, അല്ലെ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മുമ്പ് നമ്മൾ അഖീദ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഖീദ കോഴ്സ് മിസ്സായവര് ഇതേപോലെ നിങ്ങൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഒരു ആഴ്ചയിൽ ഒരു ക്ലാസ് ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റ് എടുത്തിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. ചെയ്തവര് അൽഹംദുലില്ലാ. പിന്നെ അഖീദയുടെ കണ്ടിന്യൂഷൻ എന്ന് പറയുന്ന പോലെ വിശ്വാസത്തിന്റെ കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ വളരെ കോർ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അസ്മാൽ ഹുസ്ന, അല്ലെ? അപ്പം അസ്മാൽ ഹുസ്ന നമ്മൾ പലതവണ തുടങ്ങി വെച്ച് നിർത്തി അങ്ങനെ പോവാണ്. അപ്പം അത് ഇതിന്റെ കൂടെ, അതായത് നൂർസുദ്രീന്റെ കൂടെ തന്നെ സീരിയസ് ആയിട്ട് എടുക്കുക എന്നുള്ള ഒരു നിയത്തിലാണ് ഇൻഷാല്ലാ. കാരണം ഒരു സൈഡിൽ കൂടെ ആ ഒരു വിശ്വാസത്തിനെ നമ്മളിങ്ങനെ വലിച്ച് മുറുക്കി കെട്ടിക്കൊണ്ടിരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പല രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, അല്ലെ? പല തിന്മകളിലും നമ്മൾ ചെന്നപ്പെടാനും നമ്മൾ ചെയ്യുന്ന പല കർമ്മങ്ങളും കാരണം സ്വീകരിക്കണമെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് ആയത്തിലും കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? കംപ്ലീറ്റ് ആയിട്ട് അജർ തരണം എന്നുണ്ടെങ്കിൽ വിശ്വാസവും കർമ്മവും വേണമെന്ന്. അപ്പൊ വിശ്വാസം ഇല്ലാത്ത കർമ്മങ്ങളുടെ ആളുകളായി പോകുന്നതിനെ തൊട്ടുള്ളതാകട്ടെ. അപ്പം അതിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൈബിയായ ഇൽമിലെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഇൽമായ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഇൽമ, അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ചുള്ള ഇൽമ നമ്മൾ ഇതിന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് എടുക്കാൻ പോകണം. അതൊരു വേറെ ഒരു കോഴ്സായിട്ടോ അങ്ങനെയൊന്നുമല്ല, നൂർസുദ്രീന്റെ കൂടെ കൊണ്ടുപോകേണ്ടത്. അതുപോലെ നമ്മൾ ഈ ഒരു യാത്രയിൽ കഴിഞ്ഞ കുറച്ച് ആയത്തുകളിൽ നമ്മൾ കണ്ട വേറൊരു തീമാണ് പ്രവാചക ചര്യ പിന്തുടരുക എന്നുള്ളതിന്റെ പ്രാധാന്യം, അല്ലെ? സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാ. അവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രവാചക ചര്യ പിന്തുടരുന്നവരൊക്കെ തന്നെയാണ്. എന്നാലും എവിടേക്കോ നമുക്ക് പല മിസ്സുകളും സ്ലിപ്പുകളും അല്ലെങ്കിൽ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത, അതിന്റെ ശരിയായ ഇൽമ ഇല്ലാത്തത് കൊണ്ട്, ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഉള്ളിൽ നിന്ന് ഒരു മോട്ടിവേഷൻ ഇല്ലാത്തത് കൊണ്ടൊക്കെ നമ്മൾ സ്കിപ്പായി പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്, അല്ലെ? ഞാനും നിങ്ങളും. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ അതിലും കൂട്ടായി നിന്നിട്ട് ഒന്ന് പരിശ്രമിച്ചു നോക്കാം. അപ്പം സുന്നയുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സോ ഒരു സീരീസ് പോലെ എന്തെങ്കിലും ഇതിന്റെ കൂടെ തന്നെ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു നിയത്തുണ്ട് ഇൻഷാല്ലാ. ഇതുപോലെ ചൊവ്വാഴ്ചകളിലായിരിക്കും, അതായത് ഒരു ചൊവ്വാഴ്ച വേർഡ് മീനിങ്സിന്റെ കൂടെ അസ്മാൽ ഹുസ്നയും, അടുത്ത ചൊവ്വാഴ്ച സുന്നത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും അതെന്താന്ന് ഡിക്ലെയർ ചെയ്യാം ഇൻഷാല്ലാ സൂൺ. അപ്പം അതും കൂടെ, അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള നമ്മളുടെ ഒരു ചേഞ്ച് ആണ്
ഇവിടെ വിചാരിക്കുന്നത്. ജീവിച്ചുകൊണ്ടുള്ള, ജീവിതത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള സീരീസും കോഴ്സുകളാണ്. പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ളതല്ല. ഓഫ് കോഴ്സ് നമ്മൾ തഫ്സീറിന്റെ എക്സാമും പഠനവും സർട്ടിഫിക്കറ്റും ഒക്കെ അതിന്റെ സൈഡിൽ കൂടെ കൊണ്ടുപോകും. അത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ അത് സർട്ടിഫിക്കറ്റ് എവിടെയും കാണിക്കാനല്ല, എവിടത്തെയും വാലിഡിറ്റിക്ക് വേണ്ടിയിട്ടല്ല. പക്ഷെ നമുക്കൊരു ടാർഗറ്റ് മീറ്റ് ചെയ്യണം, ഈ സമയത്തിനുള്ളിൽ ഇത് കേട്ട് തീർക്കണം, പഠിച്ചു തീർക്കണം, മനസ്സിലാക്കി തീർക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. പക്ഷെ അത് നമ്മൾ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകും. പക്ഷെ ബാക്കിയുള്ള കോഴ്സുകളൊക്കെ പറഞ്ഞ പോലെ കേൾക്കാനും ചിന്തിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഉള്ളതായിരിക്കും. പ്ലസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വേറൊരു സാധനം കൂടെ സൈഡിൽ കൂടെ ഓടുന്നുണ്ട്, നമ്മുടെ ബൈത്തു സക്കീന. നമ്മുടെ കുടുംബങ്ങളിലകത്ത് വരുത്തേണ്ട മാറ്റങ്ങളും നമ്മളിൽ കുടുംബത്തിനകത്ത് മാറ്റം വരാൻ വേണ്ടിയിട്ട് നമ്മളിൽ വരേണ്ട മാറ്റങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന വേറൊരു സീരീസ് അല്ലെ. ബൈത്തു സക്കീന നമ്മൾ ഒരു ടോപ്പിക് കഴിഞ്ഞിട്ട്, അതായത് ഒരു 10-17 സെഷൻ കഴിഞ്ഞിട്ട് അതിന്റെ റിവിഷൻ ആൻഡ് റിഫ്ലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിൽ നിന്ന് തന്നെയുള്ള മാഷാ അല്ലാഹ് ടീച്ചേഴ്സും പല സഹോദരിമാരും മുന്നോട്ട് വന്ന് അതിൽ ഓരോ സെഷൻസ് എടുത്ത് അവരുടേതായ ആസ്പെക്റ്റിൽ അത് പറയുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. സഹകരണം കുറവാണ് മറ്റുള്ളവരുടെ, എന്നാലും അൽഹംദുലില്ലാ അത് പോകുന്നുണ്ട്. അത് ഏകദേശം കഴിയാറായി. അത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ബൈത്തു സക്കീനയിലുള്ള അടുത്ത ടോപ്പിക്കുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ ഇത്രയും ഇപ്പോൾ പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ കുറെ കാര്യങ്ങൾ അവിടെയും ഇവിടെയൊക്കെ നമ്മൾ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പം ഇതെല്ലാം കൂടെ ഇൽഫ സക്സസിന്റെ കീഴിലുള്ള ഇതുപോലത്തെ സീരീസുകളെല്ലാം കൂടെ നമുക്ക് ഒന്ന് കമ്പൈൻ ചെയ്യണം. കാരണം ചിലർ ആ ഗ്രൂപ്പിലുണ്ടാവും, ഈ ഗ്രൂപ്പിലുണ്ടാവില്ല. ലൈക്ക് മെയിൻ ഗ്രൂപ്പ് 1-ലും 2-ലും 3-ലും ഉണ്ടാവും. 3 സ്ഥലത്തുനിന്ന് കിട്ടുന്നതുകൊണ്ട് എല്ലാം കൂടെ ആർക്കൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു പോസ്റ്റും കിട്ടാണ്ട് അങ്ങനെ ആകെ കൂടെ ഒരു അവിയൽ പരുവത്തിൽ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെയും നമ്മളൊന്ന് ഏകീകരിക്കാൻ വേണ്ടിയിട്ടുള്ള, നിങ്ങൾക്ക് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ചില സ്റ്റെപ്പുകൾ നമ്മൾ കൊണ്ടുവരും. പക്ഷെ നമ്മൾ എത്ര സിമ്പിൾ ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചേഞ്ച് എന്ന് കേൾക്കുമ്പോൾ മനുഷ്യന്മാർക്ക് പൊതുവേ ഉള്ള ഇനിയിപ്പോ അതും മാറ്റമാണോ എന്നുള്ള ആ ഒരു ഇടങ്ങേറുണ്ടാവും. അപ്പൊ അതിന് നിങ്ങളൊന്ന് മൈൻഡ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇൻഷാല്ലാ അതിനെ കുറിച്ചുള്ള പോസ്റ്റുകൾ സൂൺ നമ്മളെ ഗ്രൂപ്പുകളിലൊക്കെ ഇടും. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിൾ ആവും കാര്യങ്ങളൊക്കെ, ആരും ഒന്നും പേടിക്കണ്ട. ആൻഡ് ഇഷ്ടം പോലെ സമയം തരും അത് സെറ്റ് ആകാൻ വേണ്ടിയിട്ട്, അതിലേക്ക് ട്രാക്ക് കയറാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ റംസാൻ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ന്യൂ ഫോമാറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ന്യൂ ഫോമാറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അതിലേക്ക് എത്താൻ പറ്റാത്ത ആളുകൾക്ക് ഓൾഡ് ഫോമാറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഓൾഡ് ഫോമാറ്റ് ഓടുന്നുണ്ട്. അപ്പം അതുപോലെ പറഞ്ഞ പോലെ എക്സാം എഴുതാൻ ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും ഇവിടെ ഒരേപോലെ നമ്മൾ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്, സബ് ഗ്രൂപ്പിലുള്ളവർക്കും ഇല്ലാത്തവർക്കും. അപ്പൊ അതേപോലത്തെ ഒരു ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് നിങ്ങൾക്ക് എളുപ്പമാക്കിയിട്ട് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുള്ളൂ. എന്നാലും ഒന്ന് മനസ്സ് പ്രിപ്പയർഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാണ്. ഈ കാര്യങ്ങളെല്ലാം കൂടെ നമ്മളിപ്പം ഒന്നിച്ച് ഒരു കൊടക്കീഴിൽ നിന്നുള്ള പോലെ ചെറിയ തോതിൽ ടെക്നിക്കലി ഒരു ചേഞ്ച് കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. നമ്മളെ സൂറ ആലെ ഇമ്രാനിലെ 58 മുതൽ 67 വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് വേർഡ് മീനിങ്സ് ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ആ സെഷൻ റെക്കോർഡിംഗ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അസ്മാഉൽ ഹുസ്നയിലേക്ക് പോകാം. കാരണം ഇത് സാധാരണ ഒരു 15 മുതൽ 20 മിനിറ്റ് എടുക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഇതിന്റെ കൂടെ വേറെ സെഷനും കൂടെ വെച്ചത്. എന്നാൽ ഒരുപാട് നേരം ഇരിക്കാൻ പ്രയാസമുള്ളവരൊന്നും നിർബന്ധിക്കുന്നില്ല. സാവധാനം റെക്കോർഡിംഗ് കേട്ടാൽ മതി ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പം എപ്പോഴും നമ്മൾ ഈ വേർഡ് അനാലിസിസിന് മുമ്പേ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം മുഹാസബ ഗോൾ. ഓക്കെ, മുഹാസബ ഗോൾ ആരും കൈവിട്ടിട്ടില്ല എന്ന് വിചാരിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ വരാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്താനുള്ളത് കൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. നമ്മൾ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞവരാണെങ്കിൽ നമുക്ക് ഈ പഠനത്തിന്റെ ആവശ്യമേ അവിടെ ഇല്ല. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം മാറ്റങ്ങൾ വരുത്താനുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ഈ പറഞ്ഞ മഹാസഭ ഗോളിന്റെ ആവശ്യം നമുക്ക് അവിടെ ഉണ്ട്. എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് വരുത്താൻ വേണ്ടി നമ്മൾ എടുക്കാനും അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ അത് ട്രാക്ക് ചെയ്യാനും ആ മാറ്റം വരുത്തിയോ എന്ന് വിലയിരുത്താനും, ഇല്ലെങ്കിൽ വീണ്ടും അത് ദുആ ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ച് അത് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കി ഫെയിലായ വീണ്ടും ട്രൈ ചെയ്ത് വീണ്ടും ദുആ ചെയ്ത് കൊണ്ടുകൊണ്ട് ഒരാവശ്യം നമ്മുടെ എല്ലാവരും ജീവിതത്തിലുണ്ട്. അപ്പം നമ്മളിങ്ങനെ പരപരാന്ന് എല്ലാം കൂടെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഒന്നും മാറ്റം വരാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഓരോ കാര്യങ്ങളെടുത്ത് സ്ട്രക്ചേർഡ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുഹാസബ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം മുഹാസബ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമ്മളിപ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചകളൊക്കെ നിങ്ങൾ ഭയങ്കര തിരക്കായിരിക്കും, മുഹാസബകൾ എടുത്തു ചെയ്യാൻ പറ്റിയില്ല, ഒരു നാണവും വിചാരിക്കേണ്ട. 0 മാർക്ക് കിട്ടും. കാരണം നമ്മളെ മാർക്ക് കുറഞ്ഞു കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സങ്കടം ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട്, അടുത്ത പ്രാവശ്യം ഞാൻ ശരിയാക്കും എന്നുള്ളത്. എപ്പോഴും മാർക്ക് നല്ലത് കണ്ടിട്ട് ദുനിയാവോട് കൂടി എല്ലാം അവസാനിക്കുന്നില്ല അല്ലെ. ആഖിറത്തിൽ റബ്ബിന്റെ അടുത്ത് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ചില തോൽവികൾ നമ്മൾ തിരിച്ചറിയണം, നമുക്ക് തിരുത്താനുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം നമ്മൾ മഹാസഭ ഗോൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം ന്യൂ ഫോമാറ്റ് എടുത്ത് അതിന് 0 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞുകൊണ്ടാന്ന് വെച്ചിട്ട് ഓൾഡ് ഫോമാറ്റിലേക്ക് ആരും പോകണ്ട. ഞാൻ എൻ്റെ ഒരു സജഷൻ പറയാണ്, നിങ്ങൾ
ഇഷ്ടമാണ് ഇൻഷാ അല്ലാ. അപ്പൊ നമുക്ക് മാറാൻ വേണ്ടി നമ്മളെ തന്നെ പുഷ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് പോയേ മതിയാവും ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം തന്നെ നമുക്ക് റെസൈറ്റേഷൻ ഒന്ന് കേൾക്കാം. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെയാണ്. റെസൈറ്റേഷൻ കേൾക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. ذلك نتلوه عليك من കുറച്ച് കേട്ടിട്ട് കട്ടായി പോയി കേട്ടാ. ഓക്കെ. ذلك نتلوه عليك من الآيات والذكر الحكيم إن مثل عيسى عند الله كمثل آدم خلقه من تراب ثم قال له كن فيكون الحق من ربك فلا تكن من الممترين فمن حاجك فيه من بعد ما جاءك من العلم فقل تعالوا ندع أبناءنا وأبناءكم ونساءنا ونساءكم وأنفسنا وأنفسكم ثم نبتهل فنجعل لعنة الله على الكاذبين إن هذا لهو القصص الحق وما من إله إلا الله وإن الله لهو العزيز الحكيم فإن تولوا فإن الله عليم بالمفسدين قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون يا أهل الكتاب لم تحاجون في إبراهيم وما أنزلت التوراة والإنجيل إلا من بعده أفلا تعقلون ها أنتم هؤلاء حاججتم فيما لكم به علم فلم تحاجون فيما ليس لكم به علم والله يعلم وأنتم لا تعلمون ما كان إبراهيم يهوديا ولا نصرانيا ولكن كان حنيفا مسلما
ولكن كان حنيفا مسلما وما كان من المشركين. നമുക്ക് ട്രാൻസ്ലേഷനിലേക്ക് പോവാം. 58-ാമത്തെ ആയത്ത്. നബിയെ അത് മേൽ വിവരിച്ചത് ലക്ഷ്യങ്ങളെയും യുക്തിമത്തായ ഉത്ബോധനവുമായിക്കൊണ്ട് നാം നിനക്ക് ഓതി കേൾപ്പിക്കുകയാണ്. ذلك نتلوه عليك من الآيات والذكر الحكيم. ذلك അത് നത്ലൂഹു അത് നാം ഓതി തരുന്നു. ത ലാം വ തിലാവയുടെ റൂട്ട്. അലൈക നിനക്ക്, മിനൽ ആയാത്തി ആയത്ത് അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളായിട്ട്, വദ്ദിക്രി ഉത്ബോധനവും പ്രസ്താവനയും, അൽ ഹക്കീം യുക്തിമത്തായ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന റൂട്ടുകളാണ്. അടുത്തത് 59-ാമത്തെ ആയത്ത്. ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബ് സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. നിശ്ചയമായും ഈസയുടെ ഉപമ അള്ളാഹുവിന്റെ അടുക്കൽ ആദമിന്റെ ഉപമ പോലെയാകുന്നു. അതിൽ കവിഞ്ഞ് ഒന്നുമില്ല. അതെ, അവൻ അദ്ദേഹത്തെ കളിമണ്ണിനാൽ സൃഷ്ടിച്ചു രൂപപ്പെടുത്തി പിന്നീട് അതിനോട് ഉണ്ടാകുക എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉണ്ടാകുന്നു. വാക്കർത്ഥം ഇന്ന മസല നിശ്ചയമായും ഉപമ, മസൽ ഉപമ, ഈസയുടെ ഇൻദല്ലാഹ് അള്ളാഹുവിന്റെ അടുക്കൽ, കമസൽ ഉപമ പോലെയാകുന്നു, പോലെ. ആദമിന്റെ, ഖലഖഹു അദ്ദേഹത്തെ അവൻ സൃഷ്ടിച്ചു, മിൻ തുറാബിൻ മണ്ണിനാൽ, മണ്ണിൽ നിന്ന്, തുറാബ്, സുമ്മ ഖാല പിന്നെ അവൻ പറഞ്ഞു, ലഹു അതിനോട്, കുൻ ഉണ്ടാകുക, ഫയകൂൻ അപ്പോൾ അത് അല്ലെങ്കിൽ അവൻ ഉണ്ടാകുന്നു. 60-ാമത്തെ ആയത്ത്. അൽ ഹഖു മിർ റബ്ബിക ഫലാ തകും മിനൽ മുംതരീൻ. യഥാർത്ഥം നിന്റെ റബ്ബിങ്കൽ നിന്നുള്ളതാകുന്നു, ആകയാൽ നീ സന്ദേഹപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ആയിത്തീരരുത്. വാക്കർത്ഥം അൽ ഹഖ് സത്യം, യഥാർത്ഥം, മിർ റബ്ബിക നിന്റെ റബ്ബിൽ നിന്നാകുന്നു, നിന്ന് റബ്ബിക നിന്റെ റബ്ബ്, ഫലാ തകുൻ അതിനാൽ നീ ആയിരിക്കരുത്, ഓക്കെ, മിനൽ മുംതരീൻ സംശയപ്പെടുന്നവരിൽ. ഓക്കെ, മീം റോ യ മുംതരീൻ. 61-ാമത്തെ ആയത്ത്. فمن حاجك فيه من بعد ما جاءك من العلم فقل تعالوا ندعو أبناءنا وأبناءكم ونساءنا ونساءكم وأنفسنا وأنفسكم ثم نبتهل فنجعل لعنة الله على الكاذبين. ഇനി നിനക്ക് അറിവ് വന്ന് കിട്ടിയ ശേഷം അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നിന്നോട് വല്ലവരും തർക്കിച്ച് ന്യായവാദം നടത്തുന്നതായാൽ നീ പറയുക, വരുവിൻ, ഞങ്ങളുടെ പുത്രന്മാരെയും നിങ്ങളുടെ പുത്രന്മാരെയും ഞങ്ങളുടെ സ്ത്രീകളെയും നിങ്ങളുടെ സ്ത്രീകളെയും നിങ്ങളെ തന്നെയും നാം വിളിക്കുക. പിന്നീട് നാം ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ അള്ളാഹുവിന്റെ ശാപത്തെ നാം വ്യാജം പറയുന്നവരുടെ മേൽ ആക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ആക്കുക, ഓക്കെ, ആക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നർത്ഥം. ഫമൻ ഇനി അതിനാൽ വല്ലവരും ഹാജക നിന്നോട് ന്യായവാദം ചെയ്താൽ, തർക്കിച്ചാൽ, ഹാജക ജീം ഓക്കെ, ക നിന്നോട് എന്നുള്ള അർത്ഥത്തിൽ, ഫീഹി അതിൽ അദ്ദേഹത്തിൽ, മിൻ ബാദി ശേഷമായിട്ട്, മ ജാഅക നിനക്ക് വന്നതിന്റെ, മിനൽ ഇൽമി അറിവിൽ നിന്നും, ഫഖുൽ അപ്പോൾ നീ പറയുക, തആലൗ നിങ്ങൾ വരുവിൻ, നദഉ നാം വിളിക്കുക, നദഉ ദാൽ ഐൻ വാവ്, അബ്നാഅന നിങ്ങളുടെ പുത്രന്മാരെ, അബ്നാ ഇബ്ന്റെ പ്ലൂറൽ അബ്നാ ന ഞങ്ങളുടെ, ഓക്കെ, വ അബ്നാഅകും നിങ്ങളുടെ പുത്രന്മാരെ, സെയിം, ഇബ്ൻ പ്ലൂറൽ അബ്നാ കും നിങ്ങളുടെ, വ നിസാഅന ഞങ്ങളുടെ സ്ത്രീകളെയും, വ നിസാഅകും നിങ്ങളുടെ സ്ത്രീകളെയും, വ അൻഫുസന ഞങ്ങളുടെ സ്വന്തങ്ങളെയും ദേഹങ്ങളെയും, അൻഫുസ് നഫ്സിന്റെ പ്ലൂറൽ, ഓക്കെ, വ അൻഫുസകും നിങ്ങളുടെ സ്വന്തങ്ങളെയും, സുമ്മ നബ്തഹിൽ പിന്നെ നാം ഉള്ളഴിഞ്ഞ് അപേക്ഷിക്കുക, ഓക്കെ, ആത്മാർത്ഥമായിട്ട് കേഴുക, ബ ഹ ലാം നബ്തഹിൽ, നജഅൽ അങ്ങനെ നാം ആക്കുക, ലഅനതല്ലാഹി അല്ലാഹുവിന്റെ ശാപത്തെ, ലഅനത്ത് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, ഓക്കെ, അലൽ കാദിബീൻ വ്യാജം പറയുന്നവരുടെ മേൽ. തുടർന്ന് 62-ാമത്തെ ആയത്ത്. ഇന്ന ഹാദ ലഹുവൽ ഖസസുൽ ഹഖ് വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ് വഇന്നല്ലാഹ ലഹുവൽ അസീസുൽ ഹകീം.
നിശ്ചയമായും ഇത് തന്നെയാണ് യഥാർത്ഥമായ കഥാവിവരണം. അള്ളാഹു അല്ലാതെ യാതൊരു ആരാധ്യനും ഇല്ലതാനും. നിശ്ചയമായും അള്ളാഹു തന്നെയാണ് അഗാധജ്ഞാനനായ പ്രതാപശാലിയും. ഇന്നഹാദ നിശ്ചയമായും ഇത് ലഹുവ ഇത് തന്നെയാണ് അൽ ഖസസ് കഥനം, അൽ ഹഖ് യഥാർത്ഥമായ. ഖസസ് എന്ന് പറഞ്ഞാൽ കഥ എന്നാണ്, കഥനം എന്നാണ് ഉദ്ദേശിച്ചത്. വമാ മിൻ ഇലാഹിൻ ഒരു ഇലാഹും ഇല്ലതാനും ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാതെ. വ ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു ലഹുവൽ അസീസ് അവൻ തന്നെയാണ് അസീസ് അല്ലെങ്കിൽ പ്രതാപശാലി, അൽ ഹക്കീം അഗാധജ്ഞനായ. ഇതൊന്നും ശരിക്കും സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞേണ്ട ആവശ്യം പോലും ഇല്ലാന്ന് തോന്നുന്നു അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന അർത്ഥങ്ങളൊക്കെ തന്നെയാണ് ഇത്. സുബ്ഹാനല്ലാഹ്. റൂട്ട് ലെറ്റേഴ്സും ഇപ്പം ഓൾമോസ്റ്റ് എല്ലാത്തിനെയും നിങ്ങൾക്ക് മനസ്സിൽ ഓടുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ അലീമും ബിൽ മുഫ്സിദീൻ. ആയ നമ്പർ 63. എന്നിട്ട് അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ നിശ്ചയമായും അള്ളാഹു നാശകാരികളെ പറ്റി അറിയുന്നവനാകുന്നു. ഇത് അവർ ഓർത്തിരിക്കട്ടെ. ഫഇൻ തവല്ലൗ എന്നിട്ട് അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, തവല്ലൗ വാലാം യാ. ഫഇന്നല്ലാഹ എന്നാൽ നിശ്ചയമായും അള്ളാഹു അലീമുൻ അറിവുള്ളവനാകുന്നു, ബിൽ മുഫ്സിദീൻ ഫസാദ് കാണിക്കുന്ന അല്ലെങ്കിൽ നാശകാരികളെ പറ്റി. قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. നബിയെ പറയുക, വേദക്കാരെ ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ സമമായ ഒരു വാക്കിലേക്ക്, തത്വത്തിലേക്ക് വരുവിൻ. അതായത് അള്ളാഹുവിനെ അല്ലാതെ നാം ആരാധിക്കാതിരിക്കുകയും അവനോട് യാതൊന്നിനെയും നാം പങ്കു ചേർക്കാതിരിക്കുകയും നമ്മിൽ ചിലർ ചിലരെ അള്ളാഹുവിന് പുറമെ റബ്ബുകളാക്കാതിരിക്കുകയും ചെയ്യുക എന്ന് ഉള്ളതിലേക്ക്. എന്നിട്ട് അവർ തിരിഞ്ഞു കളയുന്ന പക്ഷം അവരോട് നിങ്ങൾ പറഞ്ഞുകൊള്ളുക, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന്, അള്ളാഹുവിന് കീഴൊതുങ്ങിയവരാണെന്ന്. എന്നാൽ എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചു കൊള്ളുവിൻ. വാക്കർത്ഥം കുൽ നീ പറയുക, യാ അഹ്ലൽ കിതാബ് അല്ലെ വേദക്കാരെ, തആലൗ നിങ്ങൾ വരുവിൻ, ഇലാ കലിമത്തിൻ ഒരു വാക്കിലേക്ക്, സവാഇൻ സമമായ, ബൈനന ഞങ്ങൾക്കിടയിൽ, വബൈനക്കും നിങ്ങൾക്കിടയിലും, ക്കും ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്ന, അല്ലാ നഅ്ബുദു നാം ആരാധിക്കുകയില്ലെന്ന്, ഇല്ലല്ലാഹ് അല്ലാഹുവിനെ അല്ലാതെ, വലാ നുശ്രിക ബിഹി അവനോട് നാം പങ്കു ചേർക്കുകയില്ല എന്നും, ഷൈഅ യാതൊന്നിനെയും, വലാ യത്തഖിദ ആക്കുകയില്ലെന്നും, ബഅ്ദുന നമ്മിൽ ചിലർ, ബഅ്ദൻ ചിലരെ, അർബാബൻ റബ്ബുകൾ, മിൻ ദൂനില്ലാഹ് അല്ലാഹുവിന് പുറമെ. ഫഇൻ തവല്ലൗ എന്നിട്ട് അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, ഫഖൂലു നിങ്ങൾ പറയുവിൻ, ഇഷ്ഹദു നിങ്ങൾ സാക്ഷ്യം വഹിക്കുവിൻ എന്ന്, ബി അന്ന മുസ്ലിമോൻ ഞങ്ങൾ മുസ്ലിങ്ങളാകുന്നു എന്ന്. 5. യാ അഹ്ലൽ കിതാബി ലിമ തുഹാജ്ജൂന ഫീ ഇബ്രാഹീമ വമാ ഉൻസിലത്തിത് തൗറാത്തു വൽ ഇൻജീലു ഇല്ലാ മിൻ ബഅദിഹി ഫലാ തഖിലൂൻ. വേദക്കാരെ എന്തിനാണ് നിങ്ങൾ ഇബ്രാഹീമിന്റെ കാര്യത്തിൽ ന്യായവാദം നടത്തുന്നത്? തൗറാത്തും ഇൻജീലും അദ്ദേഹത്തിന് ശേഷമല്ലാതെ ഇറക്കപ്പെട്ടിട്ടില്ലല്ലോ എന്നിരിക്കെ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? വാക്കർത്ഥം യാ അഹ്ലൽ കിതാബ് വീണ്ടും വേദക്കാരെ, ലിമ തുഹാജൂന നിങ്ങൾ എന്തിനാണ് തർക്കം അല്ലെങ്കിൽ ന്യായവാദം നടത്തുന്നത്, ഫി ഇബ്രാഹിം ഇബ്രാഹിമിന്റെ കാര്യത്തിൽ, വമാ ഉൻസിലത്തി ഇറക്കപ്പെടാത്ത സ്ഥിതിക്ക്, അത്തൗറാത്തു തൗറാത്ത്, വൽ ഇൻജീലു ഇൻജീലും, ഇല്ലാ മിൻ ബഅദിഹി അദ്ദേഹത്തിന് ശേഷമല്ലാതെ, അഫലാ തഅഖിലൂൻ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? 66. ഹാ അൻതും ഹൗലാഇ ഹാജജ്തും ഫീമാ ലക്കും ബിഹി ഇൽമുൻ ഫലിമ തുഹാജ്ജൂന ഫീമാ ലൈസ ലക്കും ബിഹി ഇൽം വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ഹേ നിങ്ങൾ ഇതാ ഇങ്ങനെയുള്ളവരാകുന്നു, നിങ്ങൾക്ക് അറിവുള്ള കാര്യത്തിൽ നിങ്ങൾ തർക്കിച്ച ന്യായവാദം നടത്തി, എന്നാൽ നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യത്തിൽ എന്തിനാണ് നിങ്ങൾ ന്യായവാദം നടത്തിക്കൊണ്ടിരിക്കുന്നത്? അള്ളാഹു എല്ലാം അറിയുന്നു, നിങ്ങൾ അറിയുകയില്ല താനും. ഹാ അൻതും ഹേ നിങ്ങൾ അല്ലെങ്കിൽ ഹേ അറിയുക, ജസ്റ്റ് അവരെ ഒന്ന് തട്ടി വിളിക്കുന്നു എന്നേ ഉള്ളൂ. ഹൗലാഇ ഇങ്ങനെയുള്ളവരാണ്, ഹാജജ്തും നിങ്ങൾ ന്യായവാദം അല്ലെങ്കിൽ തർക്കം നടത്തി, ഫീമ യാതൊരു കാര്യത്തിൽ, ലക്കും ബിഹി അതിനെപ്പറ്റി നിങ്ങൾക്കുണ്ട്, ഇൽം അറിവ്, ഫലിമ എന്നാൽ അപ്പോൾ എന്തിന്, ലിമ എന്തിന്, തുഹാജൂന നിങ്ങൾ ന്യായവാദം നടത്തുന്നു,
ഫീമ ലൈസ ഇല്ലാത്ത കാര്യത്തിൽ ലക്കും ബിഹി നിങ്ങൾക്ക് അതിനെ പറ്റി അറിവ്. വല്ലാഹു യഅലമു അള്ളാഹു അറിയുന്നു. വ അൻതും നിങ്ങൾക്കാകട്ടെ ലാ തഅലമൂൻ അറിഞ്ഞുകൂടാ. അവസാനത്തെ ആയത്ത് മാ കാന ഇബ്രാഹീമു യഹൂദിയ്യൻ വലാ നസ്രാനിയ്യൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം ഒരു യഹൂദിയാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ ആയിരുന്നില്ല, എങ്കിലും അദ്ദേഹം ഒരു ശുദ്ധ മനസ്കനും മുസ്ലിമും കീഴൊതുങ്ങിയവനും ആയിരുന്നു. ഓക്കെ, മുസ്ലിമിന്റെ അർത്ഥത്തിൽ കീഴൊതുങ്ങിയവനുമായിരുന്നു. അദ്ദേഹം മുശ്രിക് ബഹദൈവ വിശ്വാസികളിൽപ്പെട്ടവനായിരുന്നില്ല. വാക്കർത്ഥം മാ കാന ഇബ്രാഹിം ആയിരുന്നില്ല യഹൂദിയൻ യഹൂദി, വലാ നസ്രാനിയൻ ക്രിസ്ത്യാനിയും ആയിരുന്നില്ല. വലാകിൻ കാന എങ്കിലും അദ്ദേഹം ആയിരുന്നു ഹനീഫൻ ഒരു ഋജുമാനസൻ, അതായത് ഋജുവായ ഹൃദയം മനസ്സുള്ളവൻ, മുസ്ലിമായ കീഴൊതുങ്ങിയവൻ, വമാ കാന ആയിരുന്നതുമില്ല മിനൽ മുശ്രിക്കീൻ മുശ്രിക്കുകളിൽ പെട്ടവൻ. ഓക്കെ, അപ്പം അൽഹംദുലില്ലാ അത്രയാണ് നമുക്ക് ഈ സെഷനിലുള്ള വാക്കർത്ഥം. ഇൻഷാ അല്ലാഹ് നാളെ തഫ്സീറിന്റെ ക്ലാസ്സുമായിട്ട് തുടരാം ഇൻഷാ അല്ലാഹ്. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.